നമസ്കാരം. ഇന്നലത്തെ യാത്രയ്ക്ക് ശേഷം നമ്മള് വന്നു കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞതാ നേരം വെളുത്തി ഇനിറ്റു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. ബ്രേക്ക്ഫാസ്റ്റ് വലിയ ഗുണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മള് റൂമിലെത്തി. സമയം എന്താ ഇപ്പം 10:30 മണിയായിട്ടാ രാവിലെ. നമ്മൾ ഇന്ന് ഇതാ ഇപ്പം ആദ്യത്തെ ദിവസമാണ് ദുബായില്. നമ്മളിന്ന് കറങ്ങാൻ ഇറങ്ങാണ്. നമ്മൾ ആദ്യം ഇപ്പം ലേഗോലാൻഡിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ലേഗോലാൻഡ് ആണോ ലീഗോലാൻഡ് ആണോ എന്നുള്ളത് ക്ലിയർ അല്ല. എന്തായാലും നമ്മള് ഇന്ന് ലേഗോലാൻഡ് വാട്ടർ പാർക്ക് പോണ്ട്. അതിനുശേഷം നമ്മള് മോഷൻ ഗേറ്റ് ദുബായിലും പോണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ 2 അജണ്ടകൾ. അതുപോലെ ഹാപ്പി ഹാപ്പി. അപ്പൊ നമുക്ക് പതുക്കെ ഇറങ്ങാം. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടു തുടങ്ങാം. അപ്പൊ ഇതാ ലീഗോലാൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. എല്ലാരും വന്ന് വേഗം കയറിക്കോളോ. ഫാസ്റ്റ്. ഹോട്ടലിന്റെ തന്നെ ഈ കാറിലാണ് പോണത് നമ്മളിതാ 8-9 ആളുള്ള കാരണം എന്താ എപ്പോഴും വലിയ വണ്ടിയിൽ പോവാണ് നല്ലത് ടാക്സിയെക്കാളും. കാരണം മെട്രോയില് പോവാണെങ്കിൽ ഏകദേശം ഈ റേറ്റ് തന്നെയാവും. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഈ വണ്ടിയിൽ പോവാം. വലിയ വിശാലമായ വണ്ടിയാണ്. എല്ലാം ഓക്കെ അല്ലേ? ട്രെയിനിൽ പോണ സെറ്റപ്പ് അല്ലേ? ഓക്കെ. നമുക്ക് എന്തായാലും ലീഗോലാൻഡ് വരെ എത്താൻ ഏകദേശം 30 മിനിറ്റ് എടുക്കും. അച്ചു ഹോണ്ട വാ. നമ്മള് കുറച്ചു ദൂരത്ത് പോയപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ AC വർക്ക് ചെയ്യണില്ലാന്ന്. അപ്പൊ നമ്മൾ തിരിച്ചു വന്നു. വണ്ടി ഒന്ന് ചെറുതായി മാറ്റി അടുത്ത വണ്ടിയിൽ പോവാട്ടോ. നമ്മൾ ആദ്യം ദുബായ് പാർക്ക് റിസോർട്ടിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ലേഗോലാൻഡ് വാട്ടർ തീം പാർക്കും മോഷൻ ഗേറ്റും. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മള് ഫുള്ള് കയറിയിട്ടോ. ഇവിടെ വരുമ്പോണ്ടല്ലോ എപ്പോഴും നമ്മള് ടിക്കറ്റ് വല്ല ട്രാവൽ ഏജൻസിന്റെ അടുത്ത് നിന്ന് എടുക്കാവും. എൻട്രൻസ് ടിക്കറ്റ് ട്രാവൽ ഏജൻസിന്റെ അടുത്ത് എടുക്കാവും ലാഭം. കാരണം വേറെ ഒന്നല്ല, അവരുടെ അടുത്ത് ഒരുപാട് കോംബോ ഓഫേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പോ 2 പാർക്കിലാണ് പോണത്. ലീഗോലാൻഡ് വാട്ടർ തീം പാർക്കിലും മോഷൻ ഗേറ്റ് ദുബായിലും. ഇവിടേക്ക് രണ്ടും കൂടിയിട്ട് നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്നത് 330 ദിർഹാണ് ഒരാൾക്ക്. നമ്മുടെ 2 പിള്ളേർക്ക് ഫ്രീയും കിട്ടി. ഇത് തന്നെ നേരെ മറിച്ച് ഇത് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റിന് ഒരു തീം പാർക്കിലേക്ക് ഇവര് 300 295 ദിർഹറ്റ് എടുക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ട്രാവൽ ഏജന്റ് അടുത്ത് എടുക്കാവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ ഉള്ളിലൊരു ലോകം തന്നെ ഉണ്ട് കേട്ടാ. ഒരു 5-6 തീം പാർക്കുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. എന്തായാലും നമ്മളിപ്പോൾ ആദ്യം പോണത് നമ്മുടെ ലീഗോലാൻഡ് വാട്ടർ തീം പാർക്കിലേക്കാണ്. അങ്ങനെ അവസാനം എന്താ നമ്മുടെ ലെഗോലാൻഡിന്റെ മുന്നിൽ എത്തിയിട്ടോ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ഇവിടെ നിന്നാണ് ഈ ലോകം മുഴുവൻ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാറ്. ലെഗോലാൻഡ് ദുബായ്. ഇവിടെ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് ഈ ബോട്ടിൽ വാങ്ങിയാൽ 79 ദിർഹം കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് ലീഗോലാൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ് കേട്ടോ. ഏത് ഡ്രിങ്ക്സ് ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് വേണമെങ്കിലും റീഫിൽ ചെയ്യാം. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇതൊരു അഭിവാജ്യ ഘടകമാണെന്ന് തോന്നി. അപ്പോൾ ഇത് നമ്മളൊരെണ്ണം വാങ്ങി. ഇതാ ഇവിടെ വാട്ടർ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കംപ്ലീറ്റ് സ്കാനിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ആഹാര വസ്തുക്കൾ, പാനീയങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതൊന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഇവിടെ കൊടുത്തു പോകേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ എടുക്കേണ്ടി വരും. ഉള്ളിൽ കിടന്നു. അത് കഴിഞ്ഞ് ആദ്യം തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുട്ടാ. ഇനി എന്താ തകർക്കാൻ ഇറങ്ങാണ്. എന്താ പറയാ, നമ്മുടെ സാധനങ്ങൾ വെക്കാൻ ഒരു ലോക്കർ വാങ്ങി. ആ ലോക്കറിൽ സാധനങ്ങൾ ഇപ്പൊ കേറണില്ല. അത് കുത്തി കയറ്റണ അഭ്യാസങ്ങളാണ് ഈ കാണുന്നത് കേട്ടാ. 7799. ഓക്കെ, എല്ലാം നിങ്ങളാണ് ഉത്തരവാദി. ആയി പൂട്ട് വീണില്ലേ? വേണ്ട, അത് തുറന്നോളും. ഇപ്പൊ തുറക്കണ്ട. തുറന്നെല്ലാം കൂടി പുറത്തിയാട്. പോവാ തുറന്നോളും. അപ്പൊ നമ്മളിനി ഓരോരോ ആക്ടിവിറ്റീസ് വീതം തുടങ്ങാൻ പോവാട്ടോ. എല്ലാരും ഫുൾ സെറ്റായി ഡ്രസ്സൊക്കെ മാറി നമ്മൾ പാർക്കിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്.
നമ്മളിതാ ആദ്യത്തെ റൈഡിൽ കയറാൻ വേണ്ടിട്ട് ക്യൂ നിക്കാട്ടാ. എല്ലാരും ഫുൾ സെറ്റാണ്. അച്ചു കയറണില്ല. അതാ അച്ചു അവിടെ അടിയിൽ നിക്കുന്നുണ്ട് അഖിലയുടെ കൂടെ. അത്തേ അച്ചുവിനെ കേറാൻ ഒരു ശങ്ക, അത് കാരണം അച്ചു കേറിയില്ല. നമ്മള് കേറാൻ പോണ റൈഡാട്ടാ അത്. അപ്പൊ നമ്മുടെ ഗേറ്റ് തുറന്നു കേട്ടാ. നമ്മുടെതാ സംഭവം അവിടെ സെറ്റാണ്. അതാ പോണു. എല്ലാരും നമ്മളെത്തി. നല്ല സുഖ തകർപ്പൻ റൈഡായിരുന്നു കേട്ടാ. എല്ലാരും കൂടി അങ്ങോട്ട് ഫുൾ എൻജോയ് ചെയ്ത് നമ്മള് ഒരിക്കലും കൂടി അതിൽ തന്നെ പോവാന്ന് വിചാരിച്ചു കേട്ടാ. ഇപ്രാവശ്യം നമ്മള് അച്ചുവിനെയും കൂട്ടിയേ പോണം. അച്ചു ഓട്ടണു. അച്ചുവിന് ഇതങ്ങോട്ട് പിടിച്ചു. ഇപ്പൊ ഭയങ്കര ആവേശം. ഇതന്നെ വേണമെന്നാ. രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പാണ് ഇതാ വരുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്തത് ആ കാണുന്ന നീല റൈഡിലേക്ക് പോവാട്ടാ. അവിടെ പോയിട്ട് വരാ. ബാ 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 ബാ. അച്ഛ വരുന്നുണ്ട്. അച്ഛനാ റെഡി രജിത്താണ് വിറച്ച്. ഓ തുടങ്ങിട്ടാ. നമ്മളിതാ ഇപ്പം എന്താ പറയാ ലേസി പൂളിലേക്ക് ഇറങ്ങിയിട്ട് കേട്ടോ. ഈ സംഭവത്തിൽ നിന്നൊക്കെ ഇറങ്ങി വെള്ളത്തിൽ കൂടെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിട്ടോ. ലേഖം എടുത്തിട്ട് എറിഞ്ഞ് കളിക്കാണ്. ഫുൾ ആവേശത്തിലാണ്. ഫുൾ ആവേശം. നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ റീഫിൽ ചെയ്യണത്, ഇത് വാങ്ങിയത് വൻ ലാഭമായിട്ടാ. 4ാമത്തെ 5ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ സംഭവം റീഫിൽ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇതാ ഈ ഭാഗത്ത് കുറെ വെടിക്കെട്ട് റൈഡ്സുകൾ ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ ഇനി ഇതിലും കൂടിയും കയറി ഒന്ന് തകർക്കാൻ പോവാണ്. ഇഷ്ടമാതിരി റൈഡ്സ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഒരു 5-8 റൈഡ്സ് ഉണ്ട് മൊത്തം ഇത് തന്നെ. എല്ലാരും കയറണ്ടേ? ഫുൾ സെറ്റ്. നിങ്ങള് കേറുക. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കയറണോ? ഈ റൈഡുകളുടെ മുകളില് മൊബൈൽ എടുത്ത് പോയാൽ വൻ റിസ്ക് ആണ്. അപ്പം മൊബൈൽ എടുക്കണില്ല. എന്തായാലും മൊബൈൽ ഇവിടെ വെച്ച് പോവാ. ആ എന്താ അച്ചുവേ? ഞാൻ കൂവിയൊന്നും ഇല്ല അച്ചുവേ. താനിന്റെ മൊബൈൽ പിടിച്ച് ഇവിടെ ഇരുന്നോളൂട്ടാ. അച്ചുവിന് ഇതില് വലിയ റൈഡുകാരന് അച്ചുവിന് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അച്ചുവിന്റെ മൊബൈൽ കൊടുത്ത് നമ്മള് പോവാണ്. എസിയും അനുവും കൂടിയിട്ട് ഇതാ ഈ ചുവപ്പും മഞ്ഞയും റൈഡിന്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് കേട്ടാ. ഇതൊരു ഭീകര റൈഡാണ്. എന്താ അവസ്ഥ നോക്കാം നമ്മളെ എത്തുമ്പോഴേക്കും. യൂനിക്ക് എങ്ങനെയൊക്കെ വന്നാലും ഒരു കൂസലും ഇല്ല. എസി അനുവും കൂടിയിട്ട് വരണത് ഈ ഓറഞ്ചിൽ കൂടെ കേട്ടാ. അപ്പൊ നോക്കാം നമുക്ക് എന്താ അവസ്ഥ. അങ്ങനെ അവരെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു എസി? എസിക്ക് അനക്കൊന്നുമില്ല. എസി എങ്ങനെ ഉണ്ടായിരുന്നു? എസി ന്യൂഞ്ഞോടന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുകൂടി പോണോ? വെള്ളം ചീറ്റിച്ചു. എനിക്ക് കുറച്ച് നേരം അവിടെ സ്റ്റക്കായി. കൈ കൊണ്ട് ഇങ്ങനെ ആട്ടാക്കി ഹോളിൽ കൂടെ താഴ്ത്തി വരാൻ ഇങ്ങനെ സർക്കിൾ ചെയ്തോണ്ട് ഫാസ്റ്റ് ആയി സ്റ്റക്കായി നിന്നോ നിങ്ങള്? ഗുഡായിരുന്നോ? എൻജോയ്? അമ്മതാ പോയിരിക്കണം. ഇപ്പൊ വരും. സംഭവം ഗംഭീരമായി തകർത്തുകൊണ്ടിരിക്കട്ടാ. എവിടെ തിരിഞ്ഞാലും വെള്ളാഭിഷേകം കണ്ടില്ലേ. നമ്മളിതാ ഇപ്പം ഇവിടത്തെ വേവ് പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം ഇവിടെ വേവ് പൂളിൽ തകർക്കാന്ന് വിചാരിച്ചു. ഇതാ എല്ലാവരും അവിടെ ഒന്ന് തകർക്കുന്നുണ്ട്. ന്യൂനി ഇവിടെ ഉണ്ട്. അച്ചുതാ ജാക്കറ്റ് ഒക്കെ ഇട്ട് അവിടെ തകർത്തുകൊണ്ടിരിക്കണു. ഏതാ സ്ലൈഡിലേക്കാ? ഓക്കെ, നമ്മളിനി ആ സ്ലൈഡ് ലക്ഷ്യം വെച്ച് പോവാണ്. ഈ സംഭവട്ടാ
ഇതുവരെ പോയാലും അടിപൊളി റൈഡ്. കണ്ടില്ലേ അവിടെ ഒരു ഫണല് 3 കളർ ഇതിന്റെ ഉള്ളിൽ കൂടെ വന്ന് ഇതാ ഈ മഞ്ഞയിൽ കൂടെ പുറത്തു വരും. അനുവും ഞോഞ്ഞിയും കൂടി ഇപ്പൊ പോയിണ്ട്. കാണാം നമുക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറഞ്ഞേ? കേട്ടില്ല. ഗ്രീനാ പക്ഷെ ഇത് നല്ലായിരുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ അനുകൂല ഘടകം എന്താന്ന് വെച്ചാണ്ടല്ലോ, ഇന്ന് മേഘാവൃതാണ്, നല്ല മേഘമുണ്ട്. അത് കാരണം സൂര്യന്റെ ഒരു ലാഞ്ചന പോലും ഇല്ല. അത് കാരണം നമ്മള് തകർത്തു ആഘോഷിച്ചു. ചൂടെന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. ഒന്ന് സമയം 3:30 ആയിട്ടാ. നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. എന്താ ലാസ്റ്റ് പിള്ളേരുടെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ, അതിലും കൂടി അവരെ കയറ്റി വിട്ടുണ്ട്. വെള്ളാഭിഷേകമാണ് ഇവിടെ. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നല്ലൊരു പടുകൂറ്റൻ ഭീമൻ ബക്കറ്റ് ഉണ്ട്. ഇതില് വെള്ളം നിറഞ്ഞ് ദേഹത്ത് വീണതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. അപ്പൊ നമ്മള് വാട്ടർ പാർക്കിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഇതാ ഇവരുടെ ഇവിടെ ഒരു സോവനിയർ ഷോപ്പ് ഉണ്ട് കേട്ടാ. അവിടെ പതുക്കെ കയറിയിരിക്കുകയാണ്. കയറി വരുന്ന വഴിക്ക് ഒരു ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ, അത് നമ്മളങ്ങോട്ട് വാങ്ങുകയാണ് പ്രിന്റ് എടുപ്പിച്ചിട്ട്. എല്ലാവരും എന്താ ഘനഗംഭീരൻ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കട്ടോ. ഇവിടുന്ന് പോകുമ്പോഴേക്കും ഞാനൊരു വഴിയാവും. എന്താടി വാങ്ങിയത്? 3 ബ്ലോക്സ് വാങ്ങിയിട്ടുണ്ട്, ലെഗോ ബ്ലോക്സ്. അപ്പൊ നമ്മളെ വാട്ടർ തീം പാർക്കിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. നമ്മളിത് അവിടെ ഇറങ്ങുകയാണ്. സമയം എത്രയായി? സമയം 4:30 നമ്മളിപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലീഗോലാൻഡ് അനുഭവം? അടിപൊളി, തകർത്തു. ഞോഞ്ഞി എസി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എസിയ? അൻവിത എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്സ്? ഗുഡ് ആയിരുന്നോ? അച്ചു വയറും നിറച്ച് പെപ്സി കുടിച്ചിട്ടുണ്ടെന്ന്. ഇനി 1 ഇയറിന് പെപ്സി ഇല്ലേ? ഓക്കെ. നമ്മളെല്ലാവരും അപ്പം ഇനിയിപ്പം മോഷൻ ഗേറ്റ് ദുബായ് ലക്ഷ്യമാക്കി നടക്കുക കേട്ടാ. ഇതിൽ കൂടെ നടത്തെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ കൂടെ ഒക്കെ നടക്കണ ഒരു ഫീലിംഗ്, അടിപൊളി വൈബ്. കുറച്ച് നടക്കാണ്ട് നമ്മുടെ എന്താ പറയാ വാട്ടർ തീം പാർക്കിന്റെ അവിടുന്ന് കഷ്ടി ഒരു 3/4 കിലോമീറ്റർ. അപ്പൊ നമ്മള് നടന്ന് മോഷൻ ഗേറ്റിന്റെ മുമ്പിൽ എത്തിയിട്ടോ. കണ്ടില്ലേ, അടിപൊളി എൻട്രൻസ് ആണ്. ഉണ്ടല്ലേ, ഇതൊരു ഭീമാകാരനായ കവാടാണ്. എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭീമാകാരൻ സെറ്റപ്പാണ്. ഇതൊരു അടിപൊളി തീം പാർക്കാണ്. ഒരുപാട് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ മോഷൻ ഗേറ്റിന്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് എന്ന് പറയണത് രാവിലെ 11 മണി തൊട്ടിട്ട് രാത്രി 10 മണി വരെ കേട്ടോ. നമ്മളിത് ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിൽ കയറിട്ടോ. സംഭവം ഒരു ഹോളിവുഡ് സെറ്റപ്പാട്ടോ, അടിപൊളി. ഹോളിവുഡ് പറഞ്ഞപ്പോഴേക്കും എന്താ ഒരു ഹോളിവുഡ് ഡ്രീം ഫാക്ടറി വന്നിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ആദ്യം തന്നെ ലയൺസ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പിന്നിലിതാ റോളർ കോസ്റ്ററിന്റെ റെയിലൊക്കെ കാണാണ്ട്. ഇനിയിപ്പോ അതാണോന്ന് അറിയില്ല, എന്തായാലും കേറി നോക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്, നമുക്ക് നോക്കാം അതിലെന്താന്ന്. റോളർ കോസ്റ്റർ ആണെങ്കിൽ നമ്മൾ ആ ജില്ലയിലേക്ക് പോവില്ല കേട്ടോ. സംഭവം കയറി വന്നപ്പോ നമുക്ക് മനസ്സിലായത് റോളർ കോസ്റ്റർ ആണ്. അത് വെടിക്കെട്ട് റോളർ കോസ്റ്റർ. ഇതൊരു അക്രമകാരിയായ റോളർ കോസ്റ്റർ കാരണം നമ്മൾ കയറുന്നില്ല, നമ്മൾ പിന്തിരിഞ്ഞു. ധൈര്യശാലിയായ ഞോഞ്ഞി അവസാനം കയറാൻ തീരുമാനിച്ചു. കയറുവോ? കോൺഫിഡൻസ്? ഓക്കെ, എന്നാ പോയിക്കോ. റേത്ത് കയറുന്നില്ലേ? റേത്ത് അഖിലേയും പോവാ. ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്ന സാധനം എന്താ, ഞോഞ്ഞി കയറിയിരിക്കണ ഈ സാധനത്തിന്റെ മുകളിൽ കേട്ടാ. ഇതിന്റെ മുകളിലേക്കാണ് റൈഡ്. ഈ കുത്തനെ പോയി ഈ ലോകം മുഴുവൻ കറങ്ങിയത് തിരിച്ചു വരും. കുട്ടിയുടെ ധൈര്യം സമ്മതിക്കണേട്ടാ. ഇതാട്ടോ അവര് തുടങ്ങിയവിടെ ഒരു ട്രെയിൻ എടുത്തു. ഞോഞ്ഞയിലിരിക്കണ്ടേട്ടാ. ദൈവമേ, ഭീകര സാധനം എന്ന് പറഞ്ഞാൽ ഭീകര സാധന.
പോയിണ്ട് കേട്ടാ, ഇതാ വരുന്നു. ഓയ്യോ എന്റെ ഗുരുവായൂരപ്പ, പോണു. ഓ ആ കറങ്ങി. ഓ എവിടെ? അത് ഏതൊരു വഴിക്ക് പോയി, ഏതോ കൂടെയൊക്കെയോ വരുന്നുണ്ട്. ഓ ഞോഞ്ഞിനെ സമ്മതിച്ചുട്ടാ. വരുന്നു. ഇതാ പോണു. കഴിഞ്ഞ ഒറ്റ റൗണ്ട് ഉണ്ടാവുള്ളൂ. ആ പിന്നെന്താ കഴിഞ്ഞില്ലേ, ഒറ്റ റൗണ്ട്. എല്ലാം കഴിഞ്ഞ് ഞോഞ്ഞി ഓടി വരുന്നുണ്ട് കേട്ടോ. ഞോഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നടാ? ഹൈ ഫൈ ഞോഞ്ഞി, ഹൈ ഫൈ. പൊരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിത് അവിടെ നിന്ന് കാണണ്ടായിരുന്നോ? എനിക്ക് പേടിയായാ? നല്ല രസമായിരുന്നു. ഒരു ഏരിയയുടെ ഉള്ളിൽ കംപ്ലീറ്റ് ഉള്ളത് റോളർ കോസ്റ്റർ റൈഡുകളാട്ടോ. അവിടെ ഒരു ജോൺ വിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ റൈഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ പറയാ, നൗ യു സീ മീ ഹൈ റോളർ കോസ്റ്റർ, ഇവിടെ ഒരു റൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു അടുത്ത സ്ഥലത്തേക്ക്. നമുക്കിവിടെ ഏരിയൽ ടൂർ എന്ന് പറഞ്ഞിട്ടൊരു 2D ഷോ ഉണ്ട് കേട്ടോ, VR ഷോ. അപ്പൊ നമ്മൾക്ക് അത് കാണാൻ കയറാം എന്തായാലും. ഇതുണ്ടോ, ഇതാട്ടോ അതിന്റെ ഒരു ഉൾഭാഗം ഷോ നടക്കണത്. എന്തോ ഒരു ഗഡോൽഗജൻ സാധനം തോന്നുന്നു സംഭവം. ഉള്ളിലേക്ക് പോവാം നമുക്ക്. നമ്മളിതിന്റെ ഉള്ളിൽ കയറി അവര് നമ്മളുടെ റൈഡിനെ പറ്റിയൊരു ഡെമോ തരും കേട്ടോ. എല്ലാവരും അത് നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരു റൂമിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൂം നമ്പർ 4 ആണ്. അപ്പൊ നമ്മുടെ ബോർഡിങ് തുടങ്ങിട്ടാ. ഇതൊരു ഫ്ലൈറ്റ് റൈഡാണ് എന്തായാലും. ഓ ഭയങ്കര ഇരുട്ടാണല്ലോ. എന്തായാലും നമ്മൾ കേറുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. സോറി, കേറിക്കോളോ. അപ്പൊ നമ്മള് റൈഡ് പോവാട്ടോ. റൈഡ് തുടങ്ങി. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് കാണാം. അടിപൊളി ഒരു റൈഡാട്ടോ. നമ്മുടെ ചുറ്റും ഒന്നുമില്ല. അപ്പൊ ഫ്ലൈറ്റിൽ പോണ അതേ എഫക്റ്റ്. അടിപൊളി റൈഡ് കേട്ടാ. ഫ്ലൈറ്റിൽ പോണ അതേ എഫക്റ്റ് കേട്ടാ. ചുറ്റും മല, സൈഡിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോണു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പൊ ആ റൈഡ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിട്ടാ. നല്ല അടിപൊളി വെടിക്കെട്ട് റൈഡായിരുന്നു കേട്ടാ. സമം പൊരിച്ചു തകർത്തെന്തായാലും. നമ്മളിവിടെ ഹോളിവുഡ് ഡ്രീംസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വന്നിരിക്കട്ടാ. ഇതിൽ എന്താണെന്നറിയില്ല, കയറി നോക്കണം. ആക്ച്വലി അതൊരു ഹോളിവുഡ് ലൈവ് ഡാൻസ് ഷോ ആട്ടോ. അത് ദിവസത്തിൽ ഒരു ഷോ ആണല്ലോ. ഇന്നത്തെ ഷോ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു 5:30. ഒരു ഡാൻസ് ഷോ അല്ലേ, നമുക്ക് വലിയ ആവശ്യമുള്ള സാധനങ്ങളൊന്നുമല്ല. നമുക്കപ്പം അടുത്തേക്ക് പോവാം. അതാ നമ്മള് ഡ്രീംസ് വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് എന്താ ചോദിച്ചേ? കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? ഇത് എനിക്ക് അറിയില്ല. പിന്നെ ഷെർക്കാണോ? അപ്പൊ ചിലപ്പോ ഷെർക്കിന്റെ ഷോ ആവും. നമുക്ക് പോയി നോക്കി നോക്കാം എന്തായാലും. നോക്കാം. എനിക്ക് തോന്നണത് ഇതിന്റെ ഉള്ളൊരു മഡഗാസ്കർ ടീമാന്ന് തോന്നുന്നു കേട്ടാ. എന്തായാലും നമുക്ക് ഉള്ളിൽ കിടന്ന് നോക്കാം. അവിടെ കുൻഫു പാണ്ടാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടാ. നമ്മൾ അതിലേക്ക് കയറുകയാണ്. എന്തായാലും എല്ലാം പിള്ളേർ തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ കിടന്നാൽ ഇങ്ങനെയാട്ടോ അതിന്റെ ഉള്ളിലൊരു കാഴ്ച. ഒരു ഗുഹ ബേസിക്കലി. എനിക്ക് തോന്നുന്നു അവിടെ എന്തൊക്കെയോ ഷോ നടക്കണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതിലേക്ക് പോവാം ആദ്യം തന്നെ. അപ്പൊ നമ്മുടെ അടുത്ത ഷോയുടെ കവാടം തുറന്നു. നമ്മളിതാ ഉള്ളിൽ കയറി പോവാണ്. ഇത് ഏത് ഷോ ആണ് ഞോഞ്ഞ്? കുൻഫു പാണ്ട ഷോ ആണ് എന്നാണ് കേട്ടാ ഞോഞ്ഞി പറയണത്. നോക്കാം നമുക്ക് എന്താ അതിന്റെ ഉള്ളിലുള്ളതെന്ന്. ഇതെന്താ, നമുക്ക് ഈ വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ റൈഡിലേക്ക് കൊണ്ടുപോകും. റൈഡിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പൊ സോറി. അപ്പൊ ആ കുൻഫു പാണ്ട റൈഡും അടിപൊളിയായിരുന്നു കേട്ടാ. നമ്മൾക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞ്. അത് കഴിഞ്ഞു. നമ്മളിനി അടുത്ത റൈഡ് ലക്ഷ്യം വെച്ച് പോവാണ്. നമുക്കടുത്ത് മഡഗാസ്കർ റൈഡിലേക്ക് പോവാട്ടോ. നമ്മളിതാ ഷെർക്കിന്റെ ഒരു ഷോ കാണാൻ പോവാട്ടോ. എവിടേക്കാണോ ഈ പോണ്? നിറച്ച അന്ധകാരാണ്. സംഭവം എവിടെയാണ്? അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ വണ്ടിയിൽ കയറുകയാണ് ഷെർക്ക് ഷോ കാണാൻ. ഓക്കെ
അടിപൊളി ഷോ ആട്ടോ. പിള്ളേരൊക്കെ തകർക്കാണ് ഇരുന്നിട്ട്. ഷെർക്കൊക്കെ ജീവിക്കാട്ടോ അവിടെ കണ്ടില്ലേ, അടിപൊളിയാണ്. ഇത് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈവ് ആട്ടോ. എവിടെ പോയാലും ഇതിന്റെ ഉള്ളിൽ ആക്ടിവിറ്റീസ് ആണ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്റെ അഭിപ്രായത്തില് ഒരു ദിവസം ഫുൾ വേണം അതിന്റെ ഉള്ളൊക്കെ കറങ്ങാൻ. നമ്മളെല്ലാ ഡ്രൈവും എല്ലാ റൈഡും കംപ്ലീറ്റ് ആസ്വദിച്ച് നടക്കണമെങ്കിൽ. ഇതാണ് ഡ്രാഗന്റെ ഇവിടുത്തെ റോളർ കോസ്റ്റർ. ഇതില്ലേ രാത്രി ആയതോടുകൂടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിണ്ട് കേട്ടാ. ആണോ, സൂപ്പർ ആക്കിണ്ട്. ഇവിടെ ഒരു കൊളംബിയ പിക്ചേഴ്സ് ഉണ്ട്. അതിന്റെ ഉള്ളില് കേറിയിട്ട് കാര്യം ഉണ്ടോന്ന് അറിയില്ല, കാരണം ഇപ്പൊ 7:38 8 മണിക്ക് ഇവിടെ ക്ലോസ് ആവുന്നതാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് കേറി നോക്കാം. പാർക്ക് ക്ലോസ് ചെയ്യണേക്കാളും അരമണിക്കൂർ മുന്നേ ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവര് സ്റ്റോപ്പ് ചെയ്യൂട്ടാ. അപ്പൊ നമ്മളിവിടെ 7:30 കഴിഞ്ഞപ്പോഴെത്തി. അപ്പം നമുക്ക് ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പം ഇതിലെ നമുക്ക് ഒന്നിലും കയറാൻ പറ്റിയില്ല നിർഭാഗ്യവശാൽ. എന്തായാലും അപ്പം ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. നമ്മളിനി നേരെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മള് ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് റൂമിലെത്തിട്ടോ. നമ്മൾ അവിടുന്ന് പാർക്കിൽ നിന്ന് ഇറങ്ങി, അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ടാക്സി എടുത്തു, പിന്നെ റെസ്റ്റോറൻറ്റിൽ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞത് ആ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി ഉറങ്ങാൻ പോവാണ്. സമയം ഇപ്പോൾ ഏകദേശം 11:30 മണിയായി. ഇന്ന് പോയതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിന്ന് 2 പാർക്ക് പോയി. ഒന്ന് നമ്മുടെ വാട്ടർ പാർക്കും ഒന്ന് മോഷൻ ഗേറ്റ് ദുബായും. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഓരോ ദിവസം ചെലവഴിക്കാൻ പറ്റിയ പാർക്കാണ്. നമ്മൾ തിരക്ക് പിടിച്ച് 2ലും പോയി. പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു പാർക്ക് ഒരു ദിവസം സമയമെടുത്ത് കറങ്ങാൻ പറ്റും. അത്രയധികം ആക്ടിവിറ്റീസ് ഉണ്ട് ഓരോ പാർക്കിലും. അവിടുത്തെ കുറേയൊക്കെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ കുറേ സ്ഥലത്ത് അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. നാളെ നമുക്ക് കുറേ പരിപാടികളുണ്ട്. പിള്ളേരെല്ലാവരും എന്താ ക്ഷീണിച്ച് 3 എണ്ണം എന്താ നിരന്ന് കിടന്ന് ഉറങ്ങണു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും വിശേഷങ്ങൾ അവസാനിക്കണില്ല. അപ്പം നാളെ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.